അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ട്രേഡിങ്ങിൻ്റെ ബേസിക്സ് മനസ്സിലാക്കിയായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ഒരു കംപ്ലീറ്റ് ബിഗിനറിന് വേണ്ടിയിട്ടുള്ള അൾട്ടിമേറ്റ് സെറ്റപ്പ് ഗൈഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ട്രേഡിംഗ് തുടങ്ങാൻ നമുക്ക് മെയിനായി രണ്ട് ടൂൾസ് മാത്രമാണ് വേണ്ടത്. ചാർട്ട്സ് അനലൈസ് ചെയ്യാൻ ട്രേഡിംഗ് വ്യൂവും പിന്നെ ട്രേഡ്സ് എടുക്കാൻ MT5ഉം. ഇത് രണ്ടും ആദ്യമായി ഓപ്പൺ ചെയ്യുമ്പോഴുള്ള കൺഫ്യൂഷൻ മാറ്റി വളരെ സിമ്പിളായി എങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ മൈ നെയിം ഇസ് ആസിഫ്. വെൽക്കം ടു ദ സെക്കൻഡ് എപ്പിസോഡ് ഓഫ് ഫോറക്സ് ഫ്രം സീറോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ട്രേഡിംഗ് വ്യൂ എങ്ങനെ സെറ്റാക്കാമെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ വിഷ്വൽ വർക്ക് സ്പേസ്. ലോകത്തിലെ തന്നെ ഏറ്റവും ക്ലീനായ ചാർട്ട്സ് നമുക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ്. ഇത് യൂസ് ചെയ്യാൻ 100% ഫ്രീ ആണ്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ട്രേഡിംഗ് വ്യൂ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ tradingview.com എന്ന വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അവിടെ ചെന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് ഒരു ബേസിക് ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ട്രേഡിംഗ് പഠിക്കാൻ ഈ ഫ്രീ വേർഷൻ തന്നെ ധാരാളമാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാർട്ട് എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന സ്ക്രീൻ ഇതായിരിക്കും, നിങ്ങളുടെ പുതിയ ഡാഷ്ബോർഡ്. ആദ്യം കാണുമ്പോൾ സ്ക്രീനിൽ കുറേ ഡീറ്റെയിൽസ് കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്ക് ഇതൊന്ന് സിമ്പിളായി സെറ്റാക്കാം. ആദ്യം വലതുവശത്ത് കാണുന്ന വാച്ച് ലിസ്റ്റ് നോക്കാം. ഇത് നമ്മുടെ ഒരു മെനു കാർഡ് പോലെയാണ്. അതിൽ ആദ്യം തന്നെ ഡിഫോൾട്ടായി കിടക്കുന്ന റാൻഡം സ്റ്റോക്സ് ഒക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പേഴ്സ് മാത്രം ആഡ് ചെയ്യാം. നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് നമുക്ക് യൂറോ USD, ഗോൾഡ്, GBP USD, പിന്നെ നാസ്ഡാക്ക് എന്ന് പറയുന്ന ഇൻഡെക്സും ആഡ് ചെയ്യാം. ഇനി സെൻട്രൽ കാണുന്ന മെയിൻ ആയിട്ടുള്ള ഭാഗമാണ് ചാർട്ട്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് കാണുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ തോന്നിയേക്കാം. പക്ഷെ കാര്യം വളരെ സിമ്പിളാണ്. ഒരു ട്രേഡിംഗ് ചാർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്കിൻ്റെയോ ക്രിപ്റ്റോയുടെയോ അല്ലെങ്കിൽ ഓരോ ഇൻഡെക്സിൻ്റെയോ പ്രൈസ് പാസ്റ്റിൽ എങ്ങനെ മൂവ് ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണ്. ചാർട്ടിൻ്റെ X ആക്സിസ് നോക്കിയാൽ നിങ്ങൾക്ക് സമയവും Y ആക്സിസ് നോക്കിയാൽ ഇപ്പോഴുള്ള പ്രൈസും കാണാൻ സാധിക്കും. അതായത് ഏത് സമയത്തും പ്രൈസ് എത്ര ആയിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ചാർട്ടിൽ നമ്മൾ ഈ കാണുന്ന പച്ചയും ചുവപ്പും ബ്ലോക്സിനെ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സ് എന്ന് വിളിക്കും. സിമ്പിളായി പറഞ്ഞാൽ ഗ്രീൻ ക്യാൻഡിൽ പ്രൈസ് കൂടുന്നതിനെയും റെഡ് ക്യാൻഡിൽ പ്രൈസ് കുറയുന്നതിനെയും കാണിക്കുന്നു. ഓരോ ക്യാൻഡിലും ഒരു പ്രത്യേക സമയത്തെ ബൈയിങ് ആൻഡ് സെല്ലിങ്ങിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പാസ്റ്റിലെ പ്രൈസ് മൂവ്മെൻറ്റ് മനസ്സിലാക്കി ഫ്യൂച്ചറിലെ പ്രൈസ് മുകളിലേക്കാണോ താഴേക്കാണോ പോകാൻ ചാൻസ് ഉള്ളതെന്ന് പ്രെഡിക്റ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ചാർട്ടിൻ്റെ ഇടത് ഭാഗത്ത് നോക്കിയാൽ നമുക്ക് ടൈം ഫ്രെയിം കാണാൻ സാധിക്കും. ബേസിക്കലി ഒരു ടൈം ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യാൻ എടുക്കുന്ന ടൈമാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിമാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ചാർട്ടിൽ കാണുന്ന ഓരോ ക്യാൻഡിലും 5 മിനിറ്റ് കൊണ്ടുള്ള മാർക്കറ്റിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ 1H ഓരോ ക്യാൻഡിലും ഒരു മണിക്കൂറിൽ എത്ര പ്രൈസ് മൂവ് ചെയ്തു എന്ന് കാണിക്കുന്നു. ട്രേഡിങ്ങിൽ നല്ല എൻട്രീസ് എടുക്കാൻ നമുക്ക് പല ടൈം ഫ്രെയിംസ് മാറി മാറി നോക്കേണ്ടി വരും. ഇതിനായി ചാർട്ടിൽ എപ്പോഴും ടൈം ഫ്രെയിംസ് സ്വിച്ച് ചെയ്യേണ്ടി വരും. ഇത് ചേഞ്ച് ചെയ്യാൻ വളരെ ഈസിയാണ്. ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ടിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ എല്ലാ ടൈം ഫ്രെയിംസും ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റായി വരും. നമ്മൾ റെഗുലറായി യൂസ് ചെയ്യുന്ന ടൈം ഫ്രെയിംസിൻ്റെ അടുത്തുള്ള സ്റ്റാർ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ഫേവറേറ്റ് സൈസ് സെറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡയറക്റ്റായി ടൂൾ ബാറിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി ചാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നമുക്ക് ടൂൾസ് കാണാൻ സാധിക്കും. ടൂൾസ് നമ്മുടെ അനാലിസിസ് മാർക്ക് ചെയ്യാനും മറ്റാവശ്യങ്ങൾക്കും സഹായിക്കുന്നു. ട്രേഡിംഗ് വ്യൂവിൽ കുറേ ടൂൾസുകളുണ്ട്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കുറച്ച് ടൂൾസായ ട്രെൻഡ് ലൈന്, ഹൊറിസോണ്ടൽ റേ, ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ്, പിന്നെ നമ്മൾ ഒരു ട്രേഡിൽ ബൈ അല്ലെങ്കിൽ സെൽ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ലോങ് ആൻഡ് ഷോർട്ട് ഇൻഡിക്കേറ്റർ, പിന്നെ റെക്റ്റാങ്കിൾ, പാത്ത് എന്നിങ്ങനെയുള്ള ടൂൾസ് മാത്രം നമുക്കൊന്ന് ഫേവറേറ്റ് ആക്കി വെക്കാം. അനാലിസിസ് ഒക്കെ നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ ചെയ്തു. പക്ഷെ നമ്മൾ ആക്ച്വലായി ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് MT5ലാണ്. MT5 നമ്മുടെ ബ്രോക്കറുമായി കണക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ബ്രോക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് ഫണ്ട്സ് ഹോൾഡ് ചെയ്യുകയും നമുക്ക് വേണ്ടി മാർക്കറ്റിൽ ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന കമ്പനിയാണ്. ബിഗിനേഴ്സിന് ആദ്യമേ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യുന്നതിന് പകരം നമുക്ക് ഫ്രീ ആയി ഒരു ഡെമോ അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ MT5 ആപ്പ് ഓപ്പൺ ചെയ്യുക. ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ ടോപ്പ് ലെഫ്റ്റിൽ കാണുന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് മാനേജ് അക്കൗണ്ട്സ് എടുക്കുക. പിന്നെ മുകളിലത്തെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളൊരു ഐഫോൺ യൂസർ ആണെങ്കിലോ താഴത്തെ സെറ്റിംഗ്സ് എടുത്തിട്ട് ന്യൂ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഫൈൻഡ് ബ്രോക്കർ എന്ന സെർച്ച് ബാറിൽ മെറ്റാകോഡ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ താഴെ മെറ്റാകോഡ്സ് ഡെമോ എന്ന് വരും. അത് സെലക്ട് ചെയ്തിട്ട് അടുത്ത പേജിൽ ഓപ്പൺ എ ഡെമോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം നൽകേണ്ടതാണ്. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ അക്കൗണ്ട് റെഡിയായി.
ഇനി ഈ വിർച്വൽ മണി വെച്ച് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ മാർക്കറ്റിൽ ധൈര്യമായി ട്രേഡ്സ് എടുത്ത് പഠിക്കാൻ സാധിക്കുന്നതാണ്. MT5 ട്രേഡ് എടുക്കാനായി ന്യൂ ഓർഡർ എടുക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾ കാണുന്ന രണ്ട് മെയിൻ ഓപ്ഷൻസ് ആണ് മാർക്കറ്റ് എക്സിക്യൂഷനും പെൻഡിങ് ഓർഡേഴ്സും. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും എന്താണെന്നും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ നമുക്ക് ആദ്യം മാർക്കറ്റ് എക്സിക്യൂഷനിൽ നിന്ന് തുടങ്ങാം. ട്രേഡിങ്ങിൽ പെട്ടെന്ന് എൻട്രി എടുക്കാൻ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് മാർക്കറ്റ് എക്സിക്യൂഷൻ. എനിക്ക് ഇപ്പോൾ തന്നെ ഈ ട്രേഡിൽ കയറണം എന്ന് തോന്നുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. മാർക്കറ്റ് വളരെ ഫാസ്റ്റായി മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ട എക്സാക്ട് പ്രൈസിലായിരിക്കില്ല എൻട്രി കിട്ടുക, ചെറിയ മാറ്റം വന്നേക്കാം. അടുത്തതാണ് പെൻഡിങ് ഓർഡേഴ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു ട്രേഡ് എടുക്കാതെ ഫ്യൂച്ചറിൽ ഒരു പ്രത്യേക പ്രൈസിൽ എത്തുമ്പോൾ മാത്രം ട്രേഡ് ഓപ്പൺ ആയാൽ മതിയെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ ചാർട്ടിൽ ഒരു പ്രൈസ് സെറ്റ് ചെയ്ത് വെക്കുന്നു, അതിനുശേഷം മാർക്കറ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ വന്നാൽ തനിയെ ട്രേഡ് എക്സിക്യൂട്ട് ഓട്ടോമാറ്റിക്കലി ആവും. സ്ക്രീനിന്റെ മുന്നിൽ എപ്പോഴും നോക്കിയിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല, സെറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. കൂടാതെ നിങ്ങൾ സെറ്റ് ചെയ്ത എക്സാക്ട് പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എൻട്രിയും കിട്ടും. ചുരുക്കം പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ മാർക്കറ്റ് എക്സിക്യൂഷനും പ്ലാൻ ചെയ്തൊരു ട്രേഡ് എടുക്കണമെങ്കിൽ പെൻഡിങ് ഓർഡേഴ്സും നമുക്ക് ഉപയോഗിക്കാം. ഈ വിർച്വൽ മണി യൂസ് ചെയ്ത് നിങ്ങൾ ഇത് രണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ലോട്ട് സൈസ്. ട്രേഡിങ്ങിൽ ലോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ട്രേഡിന്റെ ക്വാണ്ടിറ്റി എന്നാണ്. മിക്ക ബിഗിനേഴ്സും ചെയ്യുന്ന മെയിൻ തെറ്റാണ് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി റാൻഡമായി വലിയ ലോട്ട് സൈസ് ഇടുന്നത്. ഇതൊരിക്കലും ചെയ്യരുത്. ബിഗിനേഴ്സ് എപ്പോഴും ഏറ്റവും ചെറിയ ലോട്ട് സൈസ് ആയ 0.01 വെച്ച് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. കുറച്ചൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ അക്കൗണ്ടിന്റെ 1% മാത്രം ഒരു ട്രേഡിൽ റിസ്ക് ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ റീസൺ വളരെ സിമ്പിൾ ആണ്. തുടക്കത്തിൽ നമുക്ക് ഒരുപാട് തെറ്റുകൾ പറ്റും. വലിയ ലോട്ട് സൈസ് എടുത്താൽ ആദ്യത്തെ കുറച്ച് ലോസിൽ തന്നെ അക്കൗണ്ടിലെ ക്യാഷ് ഫുള്ള് തീരും. പക്ഷേ 0.01 ലോട്ട് യൂസ് ചെയ്താൽ ട്രേഡ് തിരിഞ്ഞു പോയാലും വളരെ ചെറിയ ലോസ് മാത്രമേ നമുക്ക് വരുള്ളൂ. ടെൻഷൻ ഇല്ലാതെ ചാർട്ടിൽ ഫോക്കസ് ചെയ്യാനും അടുത്ത ട്രേഡ് എടുക്കാൻ അക്കൗണ്ടിൽ ബാലൻസ് നിലനിർത്താനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് വന്നതിന് ശേഷം മാത്രമേ ലോട്ട് സൈസ് കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രേഡിങ്ങിന് വേണ്ട ബേസിക് സെറ്റപ്പ് എല്ലാം എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പഠിച്ചു. ഈ ബേസിക് കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചാർട്ടിൽ അപ്ലൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.